ദർഗയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ വലിയ സയ്യിദായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായ ഷാദിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പൂലാറ്റക്കോയ തങ്ങൾ, ആ തങ്ങളുപ്പാപ്പ ഒരു കാര്യം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന എപി ഉസ്താദ് ആ സദസ്സിൽ തേങ്ങിക്കരയുകയാണ്. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പ കരയുകയാണ്. പേരോട് ഉസ്താദ് കരയുകയാണ്. പമ്പം ഉസ്താദ് കരയുകയാണ്. അവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും കരയുകയാണ്. ഈ വിനീതനും ഒരു മൂലയിൽ നിന്നറിയാതെ തേങ്ങി തേങ്ങി കരഞ്ഞുപോയി. കരച്ചിൽ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. അതേ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളുപ്പാപ്പ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ മകളുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ താജുൽ ഉലമ തങ്ങളെ നന്നായി അറിയാം. ആ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ കഴിഞ്ഞ കേരള യാത്ര ഉള്ളാൾ ദർഗയിൽ നിന്ന് കുടിമാറി കൈമാറി ഉദ്ഘാടനം ചെയ്യാൻ 2 കേരള യാത്രയിലും മഹാനായ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ നമ്മുടെ കൂടെയുണ്ടായിരുന്നു. എന്നാൽ ഈ കേരള യാത്രക്ക് അതിന്റെ ദൗത്യമുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അവിടുത്തെ മകളുടെ ഭർത്താവും അതുപോലെ വലിയ പണ്ഡിതനും സയ്യിദുമായ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളുപ്പാപ്പക്കായിരുന്നു. ആ കുമ്പോൾ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എറണാകുളത്ത് സമ്മേളനം നടക്കുമ്പോ ഞാനും എപി ഉസ്താദും അവേലത്ത് തങ്ങളും മടവൂർ ശൈഖുന സിഎം വലിയുള്ളാഹിയെ കാണാൻ വേണ്ടി പോയി. നിങ്ങൾ പോവുക, സമ്മേളനം നടത്തുക, അത് വിജയിക്കും, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളുപ്പാപ്പ പറയുന്നു, അതിന് ഞാൻ സാക്ഷിയാണ്. ഞാനത് വെറുതെ റിവായത്ത് പറയുകയല്ല. ആ മടവൂർ ശൈഖുന സിഎം വലിയുള്ളാഹി നിങ്ങൾ പോവുക, അത് വിജയിക്കും, അവിടെ ഞാൻ ഉണ്ടാകും എന്ന് മടവൂർ ശൈഖുന പറയുമ്പോ അത് കേൾക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് മഹാനായ തങ്ങളുപ്പാപ്പ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ മഹത്തായ യാത്ര തുടങ്ങി ഉള്ളാളത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോ ഈ യാത്രയിലുടനീളം നമ്മുടെ കൂടെയുണ്ടാകും താജുൽ ഉലമ തങ്ങളുപ്പാപ്പ നമ്മുടെ കൂടെയുണ്ടാകും. അതങ്ങ് പറയുന്നത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന എപി ഉസ്താദ് തേങ്ങി തേങ്ങി കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. അതെ, അവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും അറിയാതെ അങ്ങ് കരഞ്ഞുപോയി. അല്ലാഹുവേ, താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് തന്റെ യാത്രാ പ്രയാണം ആരംഭിച്ച് ഒരു ക്ഷീണവുമില്ലാതെ ഇന്നും ഇൻഷാ അല്ലാഹ് ഇന്നും ഉസ്താദ് അവർ മർക്കസിലെത്തിയിട്ട് ബുഖാരി സബക്ക് നടത്തി എന്നറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ചിന്തിച്ചു പോയി, ഇതെന്തൊരു മനുഷ്യനാണ്, ഇതെന്തൊരു മനുഷ്യനാണ്. യാത്രയുടെ ക്ഷീണങ്ങളും അതുപോലെ നിരവധി പ്രായാധിക്യത്തിന്റെ രോഗാതുരമായ പ്രയാസങ്ങളൊക്കെയുണ്ട്. അതിന്റെ ഇടയിലും യാത്രകൾ കഴിഞ്ഞ് മർക്കസിൽ വന്നിട്ട് മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ. മാഷാ അല്ലാഹ്, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമുക്ക് എത്ര സൗഭാഗ്യമാണ് തന്നത്. അത്രയും വലിയ ആലിമീങ്ങളുടെ കീഴിൽ ഞാൻ ശൈഖുന സുൽത്താനുൽ ഉലമ എപി ഉസ്താദിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവനാണ് എന്ന് നമുക്ക് പറയാൻ അവസരം കിട്ടുന്നുവെങ്കിൽ അത് വലിയൊരു തൗഫീഖാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാഹ്.